ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയിൽ അവസാന നിമിഷം തർക്കം. ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. ജെഡിയുവും ബിജെപിയും തമ്മിൽ വീണ്ടും ചർച്ച നടത്തും. വിനീത വിജി വിശദാംശങ്ങളുമായി പട്നയിൽ നിന്ന്. വിനീത, തർക്കങ്ങളൊക്കെ പരിഹരിച്ചു എന്ന വാർത്തയാണ് നേരത്തെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് അവസാന ഘട്ടത്തിലെ തർക്കം? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും സീറ്റ് വിഭജനം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് വൈകിട്ട് 4 മണിക്ക് പട്നയിൽ വെച്ച് എൻഡിഎയുടെ ഒരു വാർത്താ സമ്മേളനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഇപ്പോൾ ആ വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ ജെഡിയുവും ബിജെപിയും തമ്മിൽ ചില തർക്കങ്ങൾ കൂടി ഈ സീറ്റ് ധാരണ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അക്കാര്യങ്ങളിൽ ഇപ്പോൾ അന്തിമഘട്ട ചർച്ച നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് 101 സീറ്റുകൾ വീതം ബീഹാറിൽ ഇരു പാർട്ടികളും ബിജെപിയും ഒപ്പം തന്നെ ജെഡിയുവും 101 സീറ്റുകൾ വീതം മത്സരിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മറ്റ് സഖ്യകക്ഷികൾക്കൊക്കെ തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരുമായൊക്കെ തന്നെ ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു. ചിരാഗ് പസ്വാന്റെ LJP-ക്ക് 29 സീറ്റുകൾ നൽകാമെന്ന് തീരുമാനിച്ചിരുന്നു. ഒപ്പം തന്നെ HM-ന് 6 സീറ്റ്, RLM-ന് 6 സീറ്റ് എന്നിങ്ങനെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവസാന നിമിഷം ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ധാരണകളിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ആ തർക്കങ്ങൾ ഉടനെ പരിഹരിക്കുമെന്നാണ് നമുക്ക് ചില ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭ്യമായിരിക്കുന്ന സൂചന. ആ തർക്കങ്ങൾ കൂടി പരിഹരിച്ചതിന് ശേഷമായിരിക്കും വാർത്താ സമ്മേളനം ഉണ്ടാവുക. ഇന്ന് വൈകിട്ട് 4 മണിക്കായിരുന്നു എൻഡിഎയുടെ വാർത്താ സമ്മേളനം പട്നയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തർക്കത്തെ തുടർന്ന് വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബീഹാർ എൻഡിഎയിൽ വീണ്ടും തർക്കം. വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപായി തർക്കങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് വിനീത വിജി പട്നയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.